ബാബു, CPM ഏരിയ സെക്രട്ടറി. അദ്ദേഹം അവിടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെയും അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. KK ഹംസക്കുട്ടി, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഈ വൈകിയ വേളയിൽ അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. PK ബഷീർ, മുസ്ലിം ലീഗ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി, അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. മാഷ് KNM-ന്റെ ജില്ലാ നടത്തിപ്പിന് മൈക്കാൻ അദ്ദേഹത്തിന് കൈമാറുകയാണ്. എന്നെ ശ്രമിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉദ്ഘാടകൻ ലേശം വൈകി. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപൂർവ്വം നമ്മുടെ MLA NK അക്ബർ സാഹിബിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കണം. KNM ചേറ്റുവ യൂണിറ്റിന്റെ പ്രഭാഷണത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ VK മുഹമ്മദ് അലി, സ്വാഗതം പറയുന്ന ശ്രീ അബ്ദുൽ ഗഫൂർ, ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആരിഷ് ബാബു, KK ഹംസക്കുട്ടി, PK ബഷീർ, CH റഷീദ്, KNM ജില്ലാ സെക്രട്ടറി മുജീബ് മാഷ്, താജുദ്ദീൻ സലാഹി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിദ്ദീഖ് അങ്ങണ്ടിയൂർ ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാന്യരെ, മറ്റു സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഇഫ്താർ സംഗമവും ഖുർആൻ പ്രഭാഷണവുമാണ് നടക്കുന്നത്. റംസാന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ നേരത്തെ ബഹുമാന്യദേഹം സംസാരിക്കുകയുണ്ടായി. ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ആകർഷിക്കപ്പെടുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒന്നാണ് ഉപവാസം, വ്രതം, നോമ്പ് എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ റംസാൻ മാസം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ മാസം ഖുർആൻ പിറക്കപ്പെട്ടു എന്നതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണാറുണ്ട്. മറ്റൊന്ന്, ഇത് ഭൗതിക വിഭാഗത്തിലുള്ള ആളുകളെ അടക്കം ആകർഷിക്കുന്നത് നോമ്പിന്റെ പ്രത്യേകതയാണ്. കാരണം സാധാരണ സമ്പന്നമായ ഒരു ചുറ്റുപാടിൽ പിറന്നു വീഴുന്ന ആളുകൾക്ക് പട്ടിണി എന്താണ് എന്ന് അറിയില്ല. കാരണം അവർ സുഖലോലുപതയിലാണ് പിറക്കുന്നതും വളരുന്നതും മരിക്കുന്നതും. എന്നാൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ പട്ടിണി എന്താണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഞാനൊരു ദിവസം നോമ്പ് നോൽക്കുമ്പോൾ പട്ടിണി ഒരു 1-2 നേരത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാന് പട്ടിണി എന്താണ് എന്നറിയുന്നു. അയാൾ അറിയാതെ അപ്പോൾ ആലോചിക്കും, വർഷങ്ങളോളം ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന അവരുടെ സ്ഥിതി എന്താകും എന്ന് സ്വാഭാവികമായും അയാളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ ഇട നൽകുന്ന ഒന്നാണ് വ്രതം. ഒരു പക്ഷേ ദൈവം തമ്പുരാൻ പട്ടിണിക്കാരോടും പരിവട്ടമുള്ളവനോടും സഹാനുഭൂതി കാണിക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കണം ഇങ്ങനെ ഒരു നിർബന്ധിതമായ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള സമുദായത്തോട് പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നിർബന്ധമായും തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ദാനം ചെയ്യണം എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. ഇസ്ലാമികമായ പ്രവർത്തികളിൽ
സുന്നത്തും ഫറദുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് തന്റെ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം ദരിദ്രന് സംഭാവന ചെയ്യണം. ഇന്നത്തെ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിയെ സംബന്ധിച്ച് വലിയ വലിയ സാമ്പത്തിക പണ്ഡിതന്മാർ പറയുന്നതിനും എത്രയോ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ഇത് നിർബന്ധമായി ചെയ്യണം എന്ന് പറയാം. അത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയും. അപ്പൊ അതാണ് സദക്ക എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തെ ഡോക്ടർമാർ അതല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധന്മാർ കണ്ടെത്തുന്ന മറ്റൊരു പ്രത്യേകതയും, സാധാരണ നമ്മൾ ഏത് ഒരു സംവിധാനത്തിനും ഒരു റിട്ടയർമെന്റോ അല്ലെങ്കിൽ ഒരു വിശ്രമമോ ഉണ്ട്. ഇപ്പോ ഒരു വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ ആ വാഹനം ഒരു നിശ്ചിത കാലം ഓടിക്കഴിഞ്ഞാൽ അത് ടെസ്റ്റിന് കയറ്റി, വാഹനത്തിന് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാറ്റിനും ഒരു വിശ്രമ സമയമുണ്ട്. എന്നാൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആമാശയത്തിന് മാത്രം ഒരു വിശ്രമവുമില്ല, ഒരു റെസ്റ്റുമില്ല. അത് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതും പലപ്പോഴും അപകടം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല രോഗങ്ങൾക്കും നമ്മൾ അടിമപ്പെടുന്നത്. എന്നാൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ശരീരത്തിൽ ഒരു നിശ്ചിത സമയം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ഒരു റെസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളത് ആ നിലയിൽ ആരോഗ്യശാസ്ത്രപരമായി വ്രതത്തിന് ഒരു പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മീയവാദിക്കും നാസ്തികനും ഒരുപോലെ ആകർഷിക്കപ്പെടുന്നു വ്രതാനുഷ്ഠാനം, നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിലെല്ലാം, ഈ അർത്ഥതലങ്ങളിലെല്ലാം സമാനതകളില്ലാത്ത പ്രത്യേകതകളുള്ള ഒന്നാണ് റംസാനിലെ നോമ്പനുഷ്ഠാനം എന്ന് ഒരു ശരാശരി മനുഷ്യനെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കും. ഇതിന്റെ പാണ്ഡിത്യ മേഖലയെ സംബന്ധിച്ച്, അതിന്റെ ആത്മീയ തലങ്ങളെ സംബന്ധിച്ച് എല്ലാം മറ്റ് പലരും ഇവിടെ പ്രതിപാദിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കും. എന്തായാലും നമ്മുടെ ഇസ്ലാമിക ചര്യകളിൽ വളരെയധികം മറ്റ് നടപടിക്രമങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി സേവന തൽപരവും സന്നദ്ധ സേവനവും എന്താണോ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അത് ജീവിതത്തിൽ പകർത്തുകയും നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ KNM-ന്റെ ഈ പ്രവർത്തനം മാതൃകാപരമാണ്. തീർച്ചയായും അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ ഖുർആൻ പ്രഭാഷണവും ഇഫ്താർ മീറ്റും സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ബഹുമാനായ MLA NK അക്ബർ സാഹിബ്. ആശംസ പ്രസംഗത്തിനായി KK ഹംസക്കുട്ടി സാഹിബ്. നാട്ടിലെ പല സാംസ്കാരിക മത കാര്യങ്ങളിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മഹാനായ ഈ നമ്മുടെ ഇടയ്ക്കൂർ ഭാഗത്ത് വളരെയധികം പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനീയനായ KK ഹംസക്കുട്ടി സാഹിബിനെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മുഹമ്മദ് ഹാജി, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MLA NK അക്ബർ, വേദിയിലുള്ള പ്രിയ സുഹൃത്ത് CV സുരേന്ദ്രൻ, പ്രിയപ്പെട്ട PK ബഷീർ,
മുജീബ് മാസ്റ്റർ, താജുദ്ദീൻ സലാഹി, സിദ്ദീഖ് ആങ്ങണ്ടിയൂർ, ഇവിടെ വളരെ പ്രൗഢമായ രീതിയിൽ ഈ സദസ്സിന് ആത്മീയമായ ചൈതന്യം നൽകിയ ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 നാം ഒക്കെ ഉള്ളത്. പ്രാർത്ഥനക്ക് ഏറെ പ്രതിഫലം കിട്ടുന്ന രാവുകളാണ് ഇനിയുള്ള സുദിനങ്ങൾ. ഞാൻ വളരെ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം അവിടെ കേട്ടിരുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായ കാര്യവും അത് തന്നെയാണ്. ആത്മീയമായി കൂടുതൽ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യുന്ന ആളുകളായി മാറാൻ ഈ റമദാനെ നാം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് തരുണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പരിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃകയാക്കേണ്ടതും അത് തന്നെയാണ്. സ്നേഹം, സന്തോഷം, ഐക്യം, പരസ്പര സഹകരണം, പരസ്പര സഹായങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ റമദാനിൽ നിന്ന് നാം ഏറ്റവും കൂടുതൽ സ്വായത്തമാക്കേണ്ടത്. കൂടുതലായൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ റമദാനിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും സർവശക്തനായ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് KNM ചേറ്റുവ യൂണിറ്റ് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഷെൽട്ടർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി, ബഹുമാനായ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന PK ബഷീർ സാഹിബിനെ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി PK ബഷീർ സാഹിബിനെ 2 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ VK മുഹമ്മദ് അലി സാഹിബ്, ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ MLA NK അക്ബർ, വേദിയിലുള്ള ബഹുമാനരായ നേതാക്കളെ, സദസ്സിലുമുള്ള ബഹുമാനരെ, അസ്സലാമു അലൈക്കും. നോമ്പ് തുറക്കാനുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രസംഗത്തിന്റെ ഒരു ആവശ്യം ഇവിടെയില്ല. ഒരു ആശംസ പറയുക മാത്രമാണ്. നേരത്തെ സമയവും നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും KNM-ന്റെ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സൗഹാർദ്ദ സംഗമം, ഇഫ്താർ വിരുന്ന്, അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഭാവിയിലും ഇത്തരം നല്ല കൂട്ടായ്മകൾ സംഘടിപ്പിക്കുവാനും സമൂഹത്തിലെ സൗഹാർദ്ദവും ഐക്യവും സഹവർത്തിത്വവും സഹകരണവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാനും KNM-ന്റെ പ്രവർത്തനങ്ങൾക്കാവട്ടെ എന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KNM എന്ന് നമുക്കറിയാം. കുറെ കാലം പറഞ്ഞു വരുമ്പോൾ കുറെ പറയേണ്ടി വരും. കുറെ കാലങ്ങളായിട്ട് KNM-നെ കുറിച്ച് വളരെയധികം അടുത്തറിയുന്ന ആളാണ്. KNM എന്ന സംഘടനയിൽ അംഗമല്ലെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും അവരോടൊപ്പം സഹകരിക്കുവാനും ആ പ്രസ്ഥാനത്തിന്റെ പല കാര്യങ്ങളിലും, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അവരോടൊപ്പം ചേർന്ന് നിന്ന് സഹകരിക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നേടിപ്പറയാൻ പറ്റുന്ന ഒരവസരമല്ല. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു അവസരത്തിൽ സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് KNM-ന്റെ ഈ നല്ല പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
സമയം വഴിയേൻ്റെ പേര് ഇർഷാദ് സാഹിബിനെ 2 മിനിറ്റ് സംസാരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഷാദ് സാഹിബിനെ ചേറ്റുവ അദ്ദേഹത്തെ ക്ഷണിക്കും. ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ഗുരുവായൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ NK അക്ബർ അവർ, വേദിയിലിരിക്കുന്ന KNM-ന്റെ ഭാരവാഹികളെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഏറെ പ്രാധാന്യമർഹിക്കുന്ന ആത്മസംസ്കരണത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ധന്യമായ 30 ദിവസങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അവസാനത്തെ 10ലേക്ക് കടക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമർഹിക്കുന്ന, തൻ്റെ ജീവിതത്തിലൊരു വലിയ അസുലഭ ദിവസങ്ങളായി കണക്കാക്കുന്നതാണ് പരിശുദ്ധ റംസാനിലെ ഈ 30 ദിനരാത്രങ്ങൾ. ദൈവത്തോട് ഏറ്റവും അടുക്കാനും ദൈവത്തോട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാനും തങ്ങളുടെ ആവലാതികൾ പറയാനുമൊക്കെ മനസ്സുരുകി മുസ്ലിം സഹോദരങ്ങൾ പ്രാർത്ഥനാ നിരതമായി ആത്മസമർപ്പണം നടത്തുന്ന ഒരു കാലയളവാണ് ഈ പരിശുദ്ധ റംസാനിൻ്റെ 30 ദിവസവും. കേവലമൊരു വ്രതാനുഷ്ഠാനം മാത്രമായല്ല, അതിനേക്കാൾ വലിയ രീതിയിൽ തന്നെ മനുഷ്യന്റെ മനസ്സും ശരീരവും തങ്ങളുടെ ഭക്ഷണക്രമവും പോലും തിരസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ധ്യാന നിർഭരരായിട്ട് മുസ്ലിം സഹോദരങ്ങൾ മാറുന്നു. തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുന്ന സക്കാത്ത് ഉൾപ്പെടെ നൽകി പ്രാർത്ഥനാപൂർവം 30 ദിവസങ്ങൾ പിന്നിടാൻ ഒരുങ്ങുന്ന വിശ്വാസികളായ സഹോദരങ്ങൾ ഒരുമിച്ചുകൂടി KNM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ സമൂഹ നോമ്പ് തുറക്കും പ്രാർത്ഥനാ സദസ്സിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. 31 വർഷമായി നമ്മുടെ ഒപ്പം നോമ്പ് തുറക്കുന്ന, നോമ്പ് പിടിക്കുന്ന പ്രഗത്ഭ വ്യക്തി സുരേന്ദ്രൻ മരുക്കാൻ എന്ന ആളെ 2 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഏറെ സ്നേഹബഹുമാനമുള്ള ഈ സദസ്സ് നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് ഖാ, ഈ പുണ്യമായ സദസ്സ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട MLA ശ്രീ NK അക്ബർ അവർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായവർ, ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സുരേന്ദ്രൻ, ഞാൻ എടക്കഴിയൂരാണ്. 31 വർഷമായി ദൈവതമ്പുരാന്റെ അനുഗ്രഹത്താൽ ഇടതടവില്ലാതെ വ്രതാനുഷ്ഠാനം അനുഷ്ഠിച്ചു പോരുന്ന ഒരു ഹൈന്ദവനാണ്. ബുദ്ധിയും ശുദ്ധിയും ആരോഗ്യവുമുള്ള മനുഷ്യ സമൂഹം വ്രതം അനുഷ്ഠിക്കണമെന്നുള്ള ഒരു നിർബന്ധം ഞാൻ എൻ്റെ വേളകളിലൊക്കെ പറയാറുണ്ട്. കാര്യം, ഈ ഭൂമുഖ ജീവിതം അനുഗ്രഹിച്ചു നൽകിയ ദൈവതമ്പുരാന് തിരിച്ചു നൽകുവാൻ മറ്റൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോ സൃഷ്ടി തന്ന സൃഷ്ടാവിങ്കിലേക്ക് സാഷ്ടാംഗം പ്രണാമം ചെയ്തു മടങ്ങുമ്പോൾ അസൗമലി വഅനബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, പ്രതിഫലം നൽകുന്നവനും ഞാനാണെന്ന് അല്ലാഹുവിന്റെ വചനം. അത് തിരിച്ചറിഞ്ഞ കാലം മുതൽ ഞാനിത് അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ ഫലം എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല. ഞാൻ അനുഭവിക്കുന്നതിന്റെ ഗുണം എനിക്ക് ദൈവം തരും എന്ന തിരിച്ചറിവാണ് എന്നെ ഇതിലേക്ക് നിർബന്ധമാക്കിയത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യവും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മനുഷ്യവിഭാഗവും, എല്ലാ സമുദായ അംഗങ്ങളും നോമ്പനുഷ്ഠിക്കണം. എല്ലാ അർച്ചനകളും ദൈവത്തെങ്കിലേക്കുള്ളതാണ്. അത് ഹിന്ദുവിന്റെ ആയാലും ക്രിസ്ത്യന്റെ ആയാലും മുസൽമാന്റെ ആയാലും. അപ്പൊ അതുകൊണ്ട് ഇത്തരം വേദികളിൽ ഞങ്ങളെപ്പോലുള്ള സമുദായ അംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഈ നോമ്പ് വ്രതാനുഷ്ഠാനത്തിന്റെ ഇതിന്റെ പുണ്യവും അതിന്റെ മരണാനന്തര ജീവിതത്തിലെ സുഖവും സന്തോഷമൊക്കെ പകർന്നു നൽകുവാനുള്ള ഇടങ്ങളായി തീരണം ഇത്തരം വേദികളിലൊക്കെ. അതുകൊണ്ട് 2 മിനിറ്റാണ് എനിക്ക് അനുവദിക്കപ്പെട്ടത്. ആ 2 മിനിറ്റിൽ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുണ്യമീ വാസരം പൂക്കും മകൾ ഗുണം
പുണ്യങ്ങളെല്ലാം തെളിർത്ത സൗഗന്ധികം, പുലയിൽ തൊട്ട് പ്രദോഷം വരെ നല്ല പൂർണ്ണമാം നോമ്പിൻ സുഗന്ധങ്ങൾ ഏറിയും, കാരുണ്യമേകുന്ന 10 ദിനങ്ങളും പാപം പൊറുക്കുന്ന 10 ദിനങ്ങളും സ്വർഗീയ ലോകം പ്രവേശം ചൊരിയുന്ന അവസാന 10 നോമ്പിൻ സുഗന്ധവും, മുത്ത് നബീതൻ മുസല്ലയിൽ നാഥന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചു പ്രാർത്ഥിച്ചു, റംലാൻ നിലാവിലെ യാമസൗരഭ്യം വിടർത്തു വസന്തമേ. ആ വേർവിരിഞ്ഞു പോക്കിന്റെ വേദന സദസ്സുമായി പങ്കുവെച്ചു നിർത്തുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി സാർ. നമ്മുടെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമായ ജാമിയ ബുസ്താനുൽ ഉലൂമിൻ്റെ ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി 2-3 മിനിറ്റ് നമ്മളോട് സംസാരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം, അൽഹംദുലില്ലാഹ്. ഈ മഹത്തായ സദസ്സിൽ നമുക്ക് നല്ല സന്ദേശങ്ങൾ നൽകിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇഫ്താറിനുള്ള സംഗതികളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നൊരു നേരമാണ്. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ദുനിയാവിൽ നൽകുന്ന സന്തോഷം, 2 സന്തോഷങ്ങളിൽ നോമ്പുകാരന് ദുനിയാവിൽ നൽകുന്ന സന്തോഷത്തിന്റെ നേരാണ്. ദുആഇന് ഇജാബത്തുള്ള സമയമാണ്. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയങ്ങളിൽ ഒരു സമയമാണിത്. അതുകൊണ്ട് ഈ സമയത്ത് ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യുക. ഈ മഹത്തായ ഈ പരിപാടിയിലേക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളായി വന്നു ചേർന്ന പ്രഗത്ഭരായ സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന, അതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഉയർച്ചയും വളർച്ചയും അവരുടെ ജീവിതത്തിലും ഇടപെടലുകളിലും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒന്ന്, അൽഹംദുലില്ലാഹ്, കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി വളരെ വലിയ ഒരു സംരംഭം നമ്മുടെ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലത്ത് രൂപപ്പെടുകയാണ്. വർഷങ്ങളായി, ഏതാണ്ട് 56 വർഷം കഴിഞ്ഞു ജാമിയ ബുസ്താനുൽ ഉലൂം എന്ന മഹത്തായ സ്ഥാപനം കേരളത്തിന്റെ മണ്ണിൽ വൈജ്ഞാനിക നവോത്ഥാന രംഗത്ത് അക്ഷരവിപ്ലവം നടത്തി നിലകൊള്ളുന്ന വലിയ ഒരു വൈജ്ഞാനിക കേന്ദ്രം എന്ന് പറയാൻ പറ്റുന്ന സ്ഥാപനത്തിൽ ആണ് ഇൻഷാ അല്ലാഹ് ഖുർആൻ സിറ്റി എന്ന പേരിൽ വലിയൊരു സംരംഭം രൂപപ്പെടുന്നത്. നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും. ഇത് ഞാൻ പ്രത്യേകം ഉണർത്തുന്നത്, അതിന്റെ 1ാമത്തെ മീറ്റിംഗ് റിയാദിൽ നടക്കുന്ന വേളയിൽ ആ ഖുർആൻ സിറ്റിയിൽ രൂപപ്പെടുന്ന ഒരു വലിയ ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. സുബഹിനും ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശാഇനും 1000-ലധികം ആളുകൾ നിസ്കരിക്കുന്ന, ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ജുമഅക്ക് മാത്രമല്ല 5 വഖത്തിലും 1000-ലധികം ആളുകൾ നിസ്കരിക്കുന്ന രൂപത്തിൽ ജമാഅത്ത് സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പള്ളി, ഒരു ഗ്രാൻഡ് മോസ്ക് ഇൻഷാ അല്ലാഹ് അതിൽ രൂപപ്പെടുകയാണ്. അതിന്റെ ചർച്ച റിയാദിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഒരു സ്വഫ് ഞാൻ സ്പോൺസർ ചെയ്യാൻ ഒരുക്കാണ്. ഒരു സ്വഫ്, ആ പള്ളിക്ക് വേണ്ട ഒരു സ്വഫ് ഞാൻ സ്പോൺസർ ചെയ്യാം, അതിന്റെ ചെലവ് ഞാൻ വഹിച്ചുകൊള്ളാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാൽ ഇദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ തമാശക്ക് പറയാണോ അതല്ല അറിഞ്ഞിട്ട് പറയാണോ? ഒരു സഫ് എന്ന് പറയുമ്പോൾ സാധാരണ 10-12 പേരെ ഉദ്ദേശിച്ചിട്ടാണോ? ഞാൻ അതിന് ശേഷം അദ്ദേഹത്തോട് സ്വകാര്യമായി പോയി ചോദിച്ചു, അല്ല, ഒരു സഫ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ പള്ളിയാണ്. ആ വലിയ പള്ളിയാകുമ്പോൾ ഒരു സഫ് എന്ന് പറയുമ്പോൾ വലിയൊരു ഏരിയ ആണത്. അദ്ദേഹം പറഞ്ഞു, എത്ര പേരുണ്ടാവും? ഞാൻ തിരിച്ച് വന്ന് അതിന്റെ എഞ്ചിനീയറുമായി നോക്കി. അപ്പോൾ 35-ലധികം ആളുകൾ നിൽക്കുന്നതാണ് ഒരു സഫ് എന്ന് പറഞ്ഞാൽ. ഒരു സഫ് 35-ലധികം ആളുകൾ നിൽക്കുന്ന സഫാണ്. അങ്ങനെ വരുമ്പോ അത് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ രാത്രിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചു. ഏതാണ്ട് 10-11 മണിയായിട്ടുണ്ടാവും. ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചപ്പോ അദ്ദേഹം ഉറങ്ങിയ മനുഷ്യന് അതിനിടയ്ക്ക് എഴുന്നേറ്റതാണ്. അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച പോലല്ല, 35 പേരോളം വരുന്ന വലിയൊരു സഫാണ് ഒരു സഫ് എന്ന് പറയുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നിങ്ങളെ കൊണ്ട് വഹിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, എങ്കിൽ 50 പേർക്കുള്ള നിസ്കാര സ്ഥലം ഞാൻ വഖഫ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ നാട് ഏതാന്ന് ചോദിച്ചപ്പോ ഈ നാടാണ് പറഞ്ഞത്. ഇവിടെയുള്ള ആളാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ആരാണെന്നൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കണ്ട, ഇവിടെ തന്നെയുള്ള ഒരാൾ, ഈ നാട്ടുകാരൻ നാട്ടുകാരനാണ്.
അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അതിനു വേണ്ടി ആ വഖഫ് അള്ളാഹു സ്വീകരിക്കാൻ ദുആ ചെയ്യണം. ഞാൻ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ആ വഖഫ് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി അദ്ദേഹം ചെയ്യുന്ന വഖഫാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പക്കും ഉമ്മക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ തന്റെ ഉപ്പക്ക് ഉമ്മക്ക് എന്ന് പറഞ്ഞ് 5 മുസല്ല ഒരു സഹോദരൻ വഖഫ് ചെയ്തു. ഈ ജില്ലക്കാരൻ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂലാക്കുമാറാകട്ടെ. അങ്ങനെ ഓരോ മനുഷ്യരും, നല്ല മനുഷ്യർ, അവർ ഇതിനു വേണ്ടിയിട്ട് ഓരോ മുസല്ല അവരാൽ കഴിയുന്ന വഖഫുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളിൽ, സഹോദരികളിൽ ആർക്കെങ്കിലും ആ രൂപത്തിൽ വഖഫ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി, ഐഹിക ലോകത്ത് നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഒന്ന് എന്ന നിലക്ക് വഖഫ് ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ആ സഹോദരി അവിടെ ഉള്ള ഭിന്നശേഷി അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കൂൾ, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ വേളയിൽ ആ സഹോദരി അവിടെ പങ്കെടുക്കുക. അന്നു മുതൽ ഇന്നുവരെ എല്ലാ മാസവും കൃത്യമായ ഒരു സംഖ്യ അവരതിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു ശുക്രൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരാരാണെന്ന് അന്വേഷിച്ചപ്പോഴോ ഒരു 3 മക്കളുള്ള വിധവയായ ഒരു സ്ത്രീയാണ് അവർ. അവർ തുന്നി അഥവാ തുണി തുന്നിക്കൊടുത്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഓരോ മാസവും ആ ഹദിയ ചെയ്യുന്നത് എന്ന് കണ്ടപ്പോ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ മനസ്സിൽ വലിയ വലിയ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പ്രതിബന്ധങ്ങളിൽ അവർ ചെയ്യുന്ന സദഖ, അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ സ്വന്തത്തോട് പോലും നമ്മെക്കുറിച്ച് പോലും ഒരു പ്രയാസം തോന്നുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഹദിയകൾ, ആ സഹോദരിയുടെ ജീവിതത്തിൽ അത് അവർ നിർവഹിക്കുന്ന ദൗത്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ മഹത്തായ ഇഫ്താർ ഇവിടെ നടക്കുന്ന വേളയിൽ നമ്മുടെ ഈ ഓഡിറ്റോറിയം, ഇത് നമുക്ക് ഈ പരിപാടിക്ക്, ഈ ഇഫ്താറിന് വേണ്ടി ഷാനവാസ് എന്ന ഇതിന്റെ ഓണർ നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, ഈ മഹത്തായ സ്ഥാപനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മക്കളെ, അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായി അവർ ചെയ്ത പ്രവർത്തനങ്ങളെ, അതിനെ അവരുടെ ജീവിതത്തിൽ അവർ സമർപ്പിച്ച സമർപ്പണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യണം. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉടമ, ആ ഉടമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖബറിലും നാളെ ആഖിറത്തിലും മീസാനിലും സ്വർഗത്തിലും അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ മഹത്തായ വേദി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ സുഹൃതം എന്ന നിലക്ക് നിരവധി അനവധി സംഭാവനകൾ നമ്മുടെ ചേറ്റുവ പള്ളിക്ക്, സലഫി മസ്ജിദിന്, അതോടൊപ്പം തന്നെ ഇത്തരം ഇഫ്താർ പ്രവർത്തനങ്ങൾക്കൊക്കെ നിരന്തരം സദഖ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഈ നന്മകൾ ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കുകയും അല്ലാഹുവേ നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ആഖിറത്തിൽ ഏറ്റവും ശുദ്ധരായി തസ്കിയത്ത് നേടിയവരായി നിന്നെ കണ്ടുമുട്ടുന്ന മുവഹിദുകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. നമ്മുടെ സ്ത്രീകള് ബാക്കിലെ മിനി ഓഡിറ്റോറിയത്തിലേക്കാണ് കയറി പോകേണ്ടത് നോമ്പ് തുറക്കാൻ. എല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. സ്ത്രീകൾ പോയതിന് ശേഷം മാത്രമേ പുരുഷന്മാർ എണീക്കാൻ പാടുള്ളൂ. എല്ലാ സ്ത്രീകളും ഇൻഷാ അല്ലാഹ് ബാക്കിലെ മിനി ഓഡിറ്റോറിയത്തിന്റെ മേലെയാണ് നോമ്പ് തുറക്കാൻ സൗകര്യം ചെയ്തിട്ടുള്ളത്. പുരുഷന്മാർക്ക് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയങ്കരായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ NK അക്ബർ സാഹിബ്, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിയിൽ അവസാനത്തെ ചടങ്ങ് നന്ദി പ്രകാശിപ്പിക്കുക വന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് പുരുഷന്മാർ കുറച്ചും കൂടി ഇരിക്കണം, കാരണം